ഹായ് ഗായ്സ്, ഫൈസ് ആൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഒന്നിട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വലിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് പട്ട ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കളറൊന്ന് മാറി മൂത്തൊക്കെ വന്നതിൻ്റെ ശേഷം അതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു സവാള ആണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം. ഇനി മസാലയും ചിക്കൻ്റെ പാർട്സും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ പാർട്സിൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.